പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു. സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1200 മിഥുനമാസം 1-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 ജൂൺ 15-ാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് 6:45 സൂര്യൻ മിഥുനമാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു, തിരുവോണം നക്ഷത്രമാകുന്നു. സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക, 32 ദിവസം വരെ നിൽക്കും. മിഥുനം, കർക്കിടകം മാസങ്ങളൊക്കെ പ്രായേണ 32 ദിവസങ്ങൾ കാണാം. മകരം, കുംഭമൊക്കെ 30-29 ദിവസങ്ങളും കാണാം. നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ. ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തൻ്റെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത്, ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ. ഇവിടെ ബുധക്ഷേത്രത്തിലാണ്. സൂര്യന് ബുധൻ സമനാണ്, പക്ഷെ ബുധന് സൂര്യന് സുഹൃത്താണ്. പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു. ആർക്കൊക്കെ? സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യ കൊണ്ട് ധനമുണ്ടാവുക, ജ്യോതിശാസ്ത്രങ്ങൾ, താന്ത്രികം, മാന്ത്രികം, ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക, വിത്തവാൻ, അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഈ ഒരു മാസക്കാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേടം മുതൽ മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കടകം രാശി. ഇവിടെ കർക്കടക രാശിക്കാർക്ക് സൂര്യൻ ഇന്ന് ചാരവശാൽ മിഥുനത്തിൽ നിൽക്കുന്നു, 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കർക്കിടകൻ രാശിക്കാരുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ എന്ന വിഷയമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ 2-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു. എന്താണ് 2-ാം ഭാവം? ഭർത്തവ്യം അഖിലം വിത്തം പാണി ചക്ഷുശ്ച ദക്ഷിണം. തൻ്റെ എല്ലാ ധനവും, താൻ പരിരക്ഷിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, തൻ്റെ വാക്ക്, തൻ്റെ വലത്തെ കണ്ണ്, വിദ്യാജ വിവിധാഭേദ, വിവിധ രീതിയിലുള്ള വിദ്യകൾ, സർവം ചിന്ത്യം ദ്വിതീയത, ഇതൊക്കെയാണ് 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 2-ാം ഭാവാധിപത്യമുള്ള ആ സൂര്യനാണ് എവിടെ നിൽക്കുന്നത്? ഇവിടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. എന്താണ് 12-ാം ഭാവം? പാപം, വ്യയം, പതനം, നിരയം, വാമമമ്പകം. പാപം, പതനം, ദുർവ്യയങ്ങൾ, ദുർച്ചെലവുകൾ, വീഴ്ച, സ്ഥാനചലനം, സ്ഥാനഭ്രംശം, വൈകല്യം, ശരീരത്തിനുണ്ടാകുന്ന വികലതകൾ, ഇതൊക്കെയാണ് 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനാൽ 2-ാം ഭാവാധിപനായ സൂര്യൻ്റെ 12-ാം ഭാവസ്ഥിതി നാം വളരെ ശ്രദ്ധിക്കണം. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് 12-ൽ ആദ്യത്തിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ പദം മാത്രമാണ്, പതിതസ്തുരിഭേ. രിഭം 12-ാം ഭാവത്തിൽ വരുമ്പോൾ പതിത, ഇയാൾക്ക് പാതിത്യം വരും, വീഴ്ച വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ എല്ലാ തരത്തിലുള്ള വീഴ്ചകൾ, പതനങ്ങൾ, വൈകല്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം. സൂര്യൻ അസ്ഥികാരകനാണ്. ഇവിടെ രോഗസ്ഥാനത്താണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത്. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, വ്രണം, പൈത്തികമായ ബുദ്ധിമുട്ട്, സർജറികൾ, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ, ഇതൊക്കെ തന്നെ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ആ സൂര്യൻ 12-ാം ഭാവത്തിൽ പോകുമ്പോൾ അവിടെ വ്യാഴത്തോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത്. ക്രൂരം വാക്പതിന അന്യകാര്യ നിരതം. ഇവിടെ ദിഗ്രഹയോഗമാണ്. സൂര്യനും വ്യാഴവും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ദ്വിഗ്രഹയോഗങ്ങൾ, 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ഒരു യോഗമുണ്ടാകുന്നു. ക്രൂരം, ക്രൗര്യത്തോടു കൂടിയുള്ള മനുഷ്യനാകുന്നു. വാക്പതിന, വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ അന്യകാര്യ നിരതം, അന്യൻ്റെ കാര്യത്തിൽ താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുക, അന്യൻ്റെ കാര്യത്തിന് വേണ്ടി ഓടുക,
അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാവുക. സ്വന്തം കാര്യം പരിത്യജിച്ച് അന്യൻ്റെ വിഷയത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു മാനസികാവസ്ഥ ഈ സമയത്തുണ്ടാകും. അന്യൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തനിക്ക് ബുദ്ധിമുട്ട് വരും, തനിക്ക് വീഴ്ച വരും. അതിനാൽ അന്യന് വേണ്ടി ജാമ്യം നിൽക്കുക, അന്യൻ്റെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് തനിക്ക് പേരുദോഷമുണ്ടാവുക, ഈ പ്രകടനങ്ങളെല്ലാം തന്നെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ ഒരു വ്യക്തിക്ക് സമ്മാനിക്കും. ശ്രദ്ധിക്കണം. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്. രവിർ ദ്വാദശേ നേത്രദോഷം കരുതി. 12ലെ സൂര്യൻ ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ. ശത്രുവായുള്ള യുദ്ധത്തിൽ പലപ്പോഴും വിജയിക്കും. അതിനാൽ ചില കേസുകളിലൊക്കെ തനിക്ക് ജയിക്കുവാനുള്ള സാധ്യത ഈ സൂര്യനുണ്ടാകുന്നു. സ്ഥിതേലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ സ്ഥിതിക്ക്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങളൊന്നും നോക്കാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പിതൃവ്യാപതോ ഹാനിരധ്വപ്രദേശേ. പിതൃവ്യാധീനം ആപദ. അച്ഛൻ മുതലായവർക്ക് രോഗമുണ്ടാകും. സൂര്യൻ ആരാണ്? താതശ്ചാത്മപ്രഭാവ. തൻ്റെ വ്യക്തിത്വവും പിതാവുമാണ് സൂര്യൻ. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ദോഷമായി വരും. അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ, അവർ കാരണം മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരെ ചില വാക്കുകൾ കൊണ്ട് പരുഷമായി അവരോട് പെരുമാറുക. 2ാം ഭാവം വാക്പതിയാണ്. അത് വൈകല്യമായി വരുമ്പോൾ വാക്കുകൾ വികലമാകും. അതിനാൽ മോശമായി, പരുഷമായി തൻ്റെ അച്ഛനോടൊക്കെ പെരുമാറുന്നൊരു അവസരമുണ്ടാകും. ഹാനിരധ്വപ്രദേശേ. വഴിയിൽ അപകടമുണ്ടാകും എന്നൊരു ഫലമുണ്ട്. യാത്ര വളരെ ശ്രദ്ധിക്കണം. ആ സമയത്ത് കാശുമായി യാത്ര ചെയ്യരുത്. ഗോജാശി കർക്കി മിഥുന സമർഗ നിശാഖ്യ. ഗോ അജ അശ്വി കർക്കി. കർക്കി എന്ന് വെച്ചാൽ കർക്കിടകം. നിശാരാശിയാണ്. രാത്രി ബലമുള്ള രാശിയാണ്. രാത്രി യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മഴക്കാലം, ഇരുട്ടുള്ള സമയങ്ങൾ, അമാവാസി മുതലായ സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രകാശമില്ലാത്ത സ്ഥലത്ത് നിന്ന് വാഹനാപകടം ഉണ്ടാവുക. ഇവിടെ ഏറ്റവും നല്ല പരിഹാരം മന്ത്രം തന്നെയാണ്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാം. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ്. കർക്കിടക രാശിക്കാർ തങ്ങളുടെ പ്രായമുള്ള പിതാവിൻ്റെ പേരിൽ അവരുടെ നക്ഷത്രത്തിൽ, ജന്മനക്ഷത്രത്തിൽ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ്. അതിനാൽ പേരുദോഷം വരാതെ ഈ ഒരു മാസക്കാലം മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്തേ.